ദൈവകാരുണ്യത്തിൻ്റെ ഉറവയായ യേശുവിന് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ പൗലോസ്ലീഹ ഒരു ദൈവിക വെളിപാടിൽ നിന്നുകൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദൈവിക ചിന്ത. താൻ പാപികളിൽ ഒന്നാമനാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാനെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിച്ചു. എന്നിട്ട് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഇങ്ങനെ ദൈവകാരുണ്യം അനുഭവിച്ച ഞാൻ ദൈവീക ജീവനിൽ പങ്കാളിയായി. അപ്പോൾ തിരുവചനത്തിൻ്റെ അർത്ഥം ഇതാണ്: ദൈവകാരുണ്യം അനുഭവിച്ച ഞാൻ ദൈവീക ജീവനിൽ പങ്കാളിയായി. രണ്ടാമതായി ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവീക ജീവനിൽ പങ്കാളിയായ ഞാൻ വിശ്വാസികൾക്കിടയിൽ മാതൃകയും ആയിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. പോരാ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ ഈ തിരുവചനത്തെ ആ വെളിപാടിൽ നിന്നുകൊണ്ട് നാം സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നാം ഓരോരുത്തരും അനുഭവിച്ചതായ ദൈവത്തിൻ്റെ കാരുണ്യം എന്താണ്. പലപ്പോഴും മറന്നുപോയി കിടക്കുകയായിരിക്കും. വെളിപാട് പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പക്ഷേ ദൈവിക വെളിപാട് നമ്മെ ഓർമ്മിപ്പിക്കുക, ദൈവം നിന്നോട് കാണിച്ചതായ കാരുണ്യം എന്താണ് എന്ന് ഒരുപക്ഷെ നമ്മൾ മറന്നുപോയിരിക്കുക. മറവി എല്ലാറ്റിലും അനുഗ്രഹമൊന്നുമല്ല. നമ്മൾ ഒരുപക്ഷെ മറന്നു പോയത് ദൈവം നമ്മോട് കാണിച്ചതായ ആ കാരുണ്യമായിരിക്കാം. ഇന്ന് ഈ സായാഹ്നത്തിൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന വചനം ഇതാണ്: നാം എന്താണ് ദൈവത്തിൽ നിന്ന് അനുഭവിച്ചതായ കാരുണ്യം? എന്താണ് നാം അനുഭവിച്ച ദൈവകാരുണ്യം? ആ ദൈവകാരുണ്യം എന്നെ വിശ്വസിക്കാനിരിക്കുന്ന ദൈവമക്കൾക്ക് മുമ്പിൽ എന്തിൻ്റെയാണ് മാതൃകയാക്കി ഉയർത്തിയത്? അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ സംഭവിച്ചതായ ഒരു അത്ഭുതത്തെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 14-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ ഒരു മുടന്തൻ സൗഖ്യം പ്രാപിക്കുന്നു. പൗലോസ്ലീഹായിലൂടെ ഒരു മുടന്തൻ സൗഖ്യം പ്രാപിക്കുകയാണ്. ഈ സൗഖ്യം പ്രാപിച്ച് അത് അനുഭവിച്ച് ആ ജനം, തിരുവചനത്തിൽ വായിക്കുകയാണ്, പൗലോസ് ചെയ്ത ഈ പ്രവൃത്തി കണ്ട ജനക്കൂട്ടം അവരുടെ ഭാഷയിൽ ഉച്ചത്തിൽ പറഞ്ഞു, ദേവന്മാർ മനുഷ്യ രൂപം ധരിച്ച് നമുക്കിടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞി. ഈ സ്വരം പോരാ, ഹല്ലേലൂയ പറഞ്ഞി. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ പ്രവർത്തിച്ചതായ അത്ഭുതം കണ്ട ജനം പറയുകയാണ്, ഇതാ നമുക്കിടയിലേക്ക് ദൈവം
പ്രവാചിക എന്ന് വിളിക്കുന്നത് ഏത് വിശുദ്ധയാണ്? ദൈവകരുണയുടെ പ്രവാചിക എന്ന് വിളിക്കുന്ന വിശുദ്ധയാണ് വിശുദ്ധ മരിയ ഫൗസ്റ്റീന. വിശുദ്ധ മരിയ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് ദൈവകരുണ. ഈ ദൈവകരുണയുടെ 1576 ഖണ്ഡികയിൽ ഈ വിശുദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു വിശ്വാസി ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുമ്പോൾ, ഒരു വിശ്വാസി ദൈവകാരുണ്യം അനുഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ഒരു വിശ്വാസിയെ ദൈവമായി ഉയർത്തുന്നു. വിശ്വാസി എവിടേക്ക് ഉയരുന്നു? ദൈവത്തിലേക്ക് ഉയരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് ശ്ലീഹായിലൂടെ ഒരു അത്ഭുത പ്രവൃത്തി കണ്ട ജനം മുഴുവനും പറയുകയാണ്, ഇതാ നമുക്കിടയിൽ ദൈവം മനുഷ്യ രൂപം ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കരുണ എന്നെ ദൈവത്തിലേക്ക് ഉയർത്തുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ഓർക്കണം, നമ്മുടെ കർത്താവ് 3 പ്രിയ ശിഷ്യരെയും കൂട്ടിക്കൊണ്ട് ഒരു മലമുകളിലേക്ക് പോയി, താബോർ മലമുകളിലേക്ക്. ഈ താബോർ മലമുകളിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈശോ രൂപാന്തരപ്പെട്ടു. അവൻ്റെ വസ്ത്രം അങ്ങ് വെട്ടിത്തിളങ്ങി, മുഖം പ്രകാശമുള്ളതായിട്ട് മാറി. ഇത് കണ്ടിരുന്ന പത്രോസ് ഉടനെ ഈശോയോട് പറയാണ്, നമ്മളിവിടെ ആയിരിക്കും നല്ലതാണ്, ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാക്കി. ഈ സ്വർഗീയ അനുഭൂതിയിൽ നിന്നുകൊണ്ട് പത്രോസ് പറയാണ്, 3 കൂടാരങ്ങൾ, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാക്കി. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നതെന്നറിയോ? ഉടനെ ഈശോ പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്തേ? ഇത്രമാത്രം വലിയ ഒരു അനുഭൂതിയിൽ ഇരുന്നിട്ട് ആ അനുഭൂതിയെ പ്രകീർത്തിച്ചുകൊണ്ട് പത്രോസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോ പറയാണ്, മതി, എഴുന്നേൽക്ക്, പോകാം നമുക്ക്. എന്തേ കാരണം? ഈശോയുടെ ഈ രൂപാന്തരീകരണം അനുഭവിച്ചിട്ട് തങ്ങളിൽ തന്നെ ഒരു രൂപാന്തരീകരണം സംഭവിക്കുന്നില്ല. കണ്ടോ? ഈശോയുടെ രൂപാന്തരീകരണം കണ്ടിട്ട് തങ്ങളിൽ തന്നെ ഒരു രൂപാന്തരീകരണം സംഭവിക്കാത്തതിനാൽ ഈശോ പറയാണ്, ഇനി ഇരുന്നിട്ടും പ്രയോജനമൊന്നുമില്ല, എഴുന്നേൽക്ക്, പോകാം. ഈ സായാഹ്ന മണിക്കൂറിൽ ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുന്ന നാം എവിടേക്ക് ഉയരുകയാണ്? ദൈവത്തിലേക്ക് ഉയരുകയാണ്. ഹല്ലേലൂയ. ഏതുപോരാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ദൈവത്തിലേക്ക് ദൈവകാരുണ്യം എന്നെ ഉയർത്തുന്നില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, ഈശോ പറയാണ്, എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. ഇങ്ങനെ മണിക്കൂറുകൾ ഇരുന്നിട്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഇപ്പൊ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഞാൻ പാപികളിൽ ഒന്നാമനാണ്, ഞാൻ ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിച്ചു, ദൈവകാരുണ്യം എന്നെ ദൈവത്തോളം ഉയർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. മറക്കരുതേ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കാരുണ്യം എന്നെ ദൈവത്തോളം ഉയർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മരിയ ഫൗസ്റ്റീന ഡയറി കുറിപ്പിൽ പറയുക ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുന്ന ഒരു വിശ്വാസി ദൈവത്തോളം ഉയരുന്നു. ഈ സായാഹ്നത്തിലിരുന്ന് ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുയരുന്നൊരു പ്രാർത്ഥന, നമ്മുടെ മനസ്സിലുയരുന്നൊരു പ്രാർത്ഥന എന്താണ്? ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. കണ്ടോ? ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഇങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളിരിക്കുമ്പോൾ നമ്മൾ എവിടേക്ക് ഉയരുകയാണ്? ദൈവത്തോളം ഉയരുകയാണ്. ഈ സുന്ദരമായ മുഖമൊക്കെ ദൈവത്തിലേക്ക് ഉയർന്നു എന്നതിൻ്റെ അടയാളമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവം എന്നോട് കാണിച്ചതായ കാരുണ്യം എന്നതാണ്, എന്നെ ദൈവത്തോളം ഉയർത്തി എന്നുള്ളതാണ് ദൈവം എന്നോട് കാണിച്ച കാരുണ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ദൈവം എന്നോട് കാണിച്ചൊരു കാരുണ്യം എന്നെ ദൈവത്തോളം ഉയർത്തി. ദൈവത്തോളം ഞാൻ ഉയർന്നു കഴിഞ്ഞാൽ ഞാൻ ഈ സമൂഹത്തിന് നൽകുന്ന മാതൃക എന്താണ്? കണ്ടോ? ഞാൻ ദൈവത്തോളം ഉയർന്നു കഴിഞ്ഞാൽ ഞാൻ ഈ സമൂഹത്തിന് നൽകുന്ന മാതൃക എന്താണ്? അവിടെ നമ്മൾ ഓർക്കണം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ
സമരിയാക്കാരി സ്ത്രീയുടെ കഥയിലെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു സന്ദേശം 4-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ തിരുവചനം. യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിലിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിക്കൂറായിരുന്നു. ഹല്ലേലൂയ! എത്ര മണിക്കൂറായിരുന്നു എന്ന് പറഞ്ഞ ഏത് നേരമാണ്? ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു, നട്ടുച്ച നേരം, ആരും പുറത്തിറങ്ങാത്ത നേരം. കണ്ടോ, നട്ടുച്ച നേരം, ആരും പുറത്തിറങ്ങാത്ത നേരം. അപ്പോൾ ഒരു നട്ടുച്ചയിൽ ആരും പുറത്തിറങ്ങാത്ത സമയത്ത് അവൾ യാക്കോബിൻ്റെ കിണറ്റിൻ കരയിൽ വന്നുവെങ്കിൽ ആ കിണറ്റിൻ കരയിലിരുന്ന് ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ അവൾ എന്തോരം ഉയർന്നു? ആ ദൈവത്തോളം ഉയർന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ആ കിണറ്റിൻ കരയിൽ വെച്ച് യേശുവിൽ നിന്ന് ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ അവൾ എത്രത്തോളം ഉയർന്നു? ആ ദൈവത്തോളം അവൾ ഉയർന്നു. ഹല്ലേലൂയ. പിന്നീട് നമ്മൾ എന്താ കാണുക? കുടം അവിടെ വച്ചിട്ട് അവൾ എവിടേക്ക് പോയി? കുടം അവിടെ വെച്ചിട്ട് അവൾ എവിടേക്ക് പോയി? ഉറക്കെ പറ. അവൾ പട്ടണത്തിലേക്ക് പോയി. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ. 6-ാം മണിക്കൂറിൽ ഈ കിണറ്റിൻകരയിലേക്ക് വരുമ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ആരുമായും ബന്ധങ്ങളില്ല. കണ്ടോ, ഈ 6-ാം മണിക്കൂറിൽ കിണറ്റിൻകരയിലേക്ക് വന്നപ്പോൾ ഈ സമരിയാക്കാരി സ്ത്രീ പറഞ്ഞത്, എനിക്ക് ആരുമായിട്ടും ബന്ധങ്ങളില്ല. എന്നാൽ ഈ കിണറ്റിൻകരയിലിരുന്ന് ദൈവത്തിൻ്റെ കാരുണ്യം യേശുക്രിസ്തുവിലൂടെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ദൈവത്തോളം ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി എനിക്ക് ഈ കിണറ്റിൻകരയിൽ ഇരുന്നാൽ പോരാ, പിന്നെ എന്തു വേണം? എൻ്റെ ഗ്രാമത്തിലേക്ക് പോകണം. ഹല്ലേലൂയ. എനിക്ക് എല്ലാവർക്കും സംലഭ്യയായിട്ട് മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് എങ്ങനെ മാതൃകയാകാൻ പറ്റും? തിരുവചനം പറഞ്ഞു തരികയാണ് അതിൻ്റെ വ്യാഖ്യാനം. എനിക്ക് മാതൃകയാകാൻ സാധിക്കുക എല്ലാവർക്കും സംലഭ്യരായിട്ട് മാറുക. ഹല്ലേലൂയ. അതിന് ഒരു ആധ്യാത്മിക പിതാവ് പറഞ്ഞു തരും, പരിശുദ്ധമായ കവാടങ്ങളായി മാറിക്കൊണ്ട് നിനക്ക് വിശ്വാസികൾക്കിടയിൽ മാതൃകയാകാം. ഹല്ലേലൂയ. ഇപ്പം എന്താ അച്ഛൻ പറഞ്ഞത്? എന്തായിട്ട് മാറണമെന്ന്? പരിശുദ്ധമായ കവാടം. ഹല്ലേലൂയ. ഉറക്കെ പറ, ഹല്ലേലൂയ. എന്താണ് വെറും കവാടവും പരിശുദ്ധ കവാടവും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് വെറും കവാടവും പരിശുദ്ധ കവാടവും തമ്മിലുള്ള വ്യത്യാസം? അതിനൊരു ഉദാഹരണം കേട്ടാൽ മതി. ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിയായ നേരത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കുടുംബനാഥൻ കിടന്ന് ഉറങ്ങുകയാണ്. എല്ലാ ദിവസവും ഉറക്കമുണ്ട്, 2 മണി മുതൽ 4 മണി വരെ. ഈ 4 മണി വരെ ഉറങ്ങുന്ന നേരത്താണ് 4 മണി തൊട്ട് പിള്ളേർ വരുന്നത് സ്കൂളിൽ നിന്ന്. അവർക്ക് ഒത്തിരി അപേക്ഷകളുണ്ട് സ്കൂളിൽ നിന്നുകൊണ്ട്. അപ്പോൾ അമ്മ പറയുകയാണ്, ഇപ്പം അതൊന്നും ബോധിപ്പിക്കണ്ട, പപ്പ കിടന്ന് ഉറങ്ങുകയാണ്. പപ്പ ഉറങ്ങുന്ന നേരത്ത് അപേക്ഷകൾ അർപ്പിക്കാൻ പറ്റില്ല, വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കും. ഹല്ലേലൂയ പറഞ്ഞ്. അതുപോലെ ഹല്ലേലൂയ പറഞ്ഞ്. പപ്പയാണെങ്കിലും ഉറങ്ങുന്ന നേരത്ത് സമീപിക്കാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞു വന്നെന്നറിയാമോ? വെറും കവാടവും പരിശുദ്ധ കവാടവും തമ്മിലുള്ള അന്തരം ഇതാണ്. വെറും കവാടങ്ങൾ സമയത്താലും കാലത്താലും ബന്ധിതമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. വെറും കവാടം സമയം കൊണ്ടും കാലം കൊണ്ടും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധ കവാടത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതെല്ലാം ഇപ്പോഴും തുറന്നിട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം എന്നോട് കാരുണ്യം കാണിച്ചു. അതോടെ ഞാൻ എന്തായിട്ട് ഉയർന്നു? ആ ദൈവത്തോളം ഞാൻ ഉയർന്നു. ദൈവത്തോളം ഞാൻ ഉയർന്നു കഴിഞ്ഞപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ വിശ്വാസ ജീവിതത്തിലായിരിക്കുന്നവർക്കിടയിൽ പരിശുദ്ധമായ കവാടമായി മാറിക്കൊണ്ട് ദൈവകരുണയുടെ മാതൃകയാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം എന്നോട് കാണിച്ചതായ കാരുണ്യം എന്താണ്? ദൈവം എന്നോട് കാണിച്ച കാരുണ്യം എന്താണ്? ആ ദൈവം എന്നെ ദൈവത്തോളം ഉയർത്തി. ദൈവത്തോളം ഉയർന്ന ഞാൻ ഇനി വിശ്വാസികൾക്കിടയിൽ എന്തിൻ്റെ മാതൃകയാകണം? എല്ലാവർക്കും സംലഭ്യരായി തീരുന്ന പരിശുദ്ധമായ കവാടങ്ങളായി മാറിക്കൊണ്ട് മാതൃകയായി തീരുക. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. ഈ അച്ഛൻ പരിശുദ്ധമായൊരു കവാടമാണ്. ഇത്രയേ ഉള്ളൂന്നൊന്നും വിചാരിക്കണ്ട. കണ്ടോ,
ഈ അച്ഛൻ പരിശുദ്ധമായ ഒരു കവാടമാണ്. ഒരു സമയത്തിലോ കാലത്തിലോ ബന്ധിക്കാതെ വിശ്വാസികൾക്കിടയിൽ അച്ഛൻ ഒരു കവാടമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഈ ഇരിക്കുന്ന കുടുംബനാഥൻ ഭാര്യയ്ക്കും മക്കൾക്കും മുമ്പിൽ ഇത്രേ ഉള്ളൂന്ന് വിചാരിക്കണ്ട, അതൊരു വലിയ കവാടമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഈ ഇരിക്കുന്ന അമ്മ തടിയുടെ മിടുക്കിലല്ല, പിന്നെയോ അത് ഭർത്താവിനും മക്കൾക്കുമായിട്ട് എല്ലായ്പ്പോഴും എല്ലാ സമയവും തുറന്നിരിക്കുന്നൊരു വാതിലാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഈ അപ്പൻ സമയത്തിലും കാലത്തിലും ബന്ധിക്കപ്പെട്ടിട്ടില്ല. ഈ അമ്മ സമയത്തിലും കാലത്തിലും ബന്ധിക്കപ്പെട്ടിട്ടില്ല. ഈ വൈദികൻ സമയത്തിലും കാലത്തിലും ബന്ധിക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഇങ്ങനെ പരിശുദ്ധമായ കവാടമായി തീരുമ്പോഴാണ് ഞാൻ വിശ്വാസികൾക്കിടയിൽ ഒരു മാതൃകയായി തീരുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിലാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. 15-ാം അധ്യായം, ലൂക്ക സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമ. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ വളരെ പ്രധാനപ്പെട്ടൊരു സന്ദേശം നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുകയാണ്. അത് നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ഇത് ഈ മാനസാന്തരം വന്നു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ വാക്കാണ്. വാസ്തവത്തിൽ ഈ വചനത്തെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോഴേ വലിയ മാനസാന്തരമൊന്നും വന്നിട്ടില്ല, നമ്മളെ പോലെയുള്ള മാനസാന്തരം വന്നിട്ടുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ പറയില്ലേ? ഹല്ലേലൂയ പറഞ്ഞേ. എന്ത് ഇത്ര ഗൗരവത്തോടു കൂടി ഇരിക്കുന്ന? ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ കാര്യം ഈ ധൂർത്തപുത്രൻ്റെ മാനസാന്തരം വലിയ കാര്യങ്ങളായിട്ട് വർണ്ണിക്കുമ്പോൾ എനിക്ക് തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് വലിയ മാനസാന്തരമൊന്നും വന്നിട്ടില്ല, നമ്മളെപ്പോലുള്ള മാനസാന്തരം വന്നിട്ടുള്ളൂ. ഹല്ലേലൂയ. അതുപോരാ. ഹല്ലേലൂയ. കാരണം എന്തെന്നറിയോ? യഹൂദരുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഇങ്ങ് നോക്കിക്കേ. യഹൂദരുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ പുത്രൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ആർക്കെന്നറിയോ? അടിമയ്ക്കാണ്. അടിമ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ആർക്കെന്നറിയോ? കൂലി വേലക്കാർക്കാണ്. ഈ കൂലി വേലക്കാരുടെ സ്ഥാനം കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ആർക്കെന്നറിയോ? അതാണ് ദാസൻ. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ അവരുടെ ഒരു ക്രമമനുസരിച്ച് നോക്കുകയാണെങ്കിൽ പുത്രൻ, അടിമ, കൂലി വേലക്കാരൻ, പിന്നെ ദാസൻ. എന്തു മാനസാന്തര! എന്തു മാനസാന്തര! ഈ ധൂർത്തപുത്രന് വലിയൊരു മാനസാന്തരം വന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചിത്രീകരിക്കുമ്പോൾ ഈ പുത്രൻ പിതാവിൻ്റെ അരികിൽ വന്നിട്ട് പറയാണ്, നിന്റെ പുത്രനായിട്ട് എന്നെ പരിഗണിക്കണ്ട, പിന്നെയോ അടിമയായിട്ടും പരിഗണിക്കണ്ട, പിന്നെയോ കൂലി വേലക്കാരനായിട്ടും പരിഗണിക്കണ്ട, പിന്നെയോ വെറും ഒരു ദാസനായിട്ട് പരിഗണിച്ചാൽ മതി. ദാസൻ ആരെന്നറിയോ? ദിവസവേതനത്തിന് വന്ന് ജോലി ചെയ്ത് തിരിച്ചു പോകുന്നവൻ. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ധൂർത്തപുത്രൻ പിതൃഭവനത്തിലേക്ക് വരുന്ന എന്താ? മകനാകാനോ അടിമയാകാനോ കൂലിവേലക്കാരനാകാനോ അല്ല, ദാസനായിട്ട് വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ ദാസനാകാൻ വന്നവനെ പിതാവ് എന്ത് ചെയ്തിരിക്കുന്നു? ദാസനാകാൻ വന്നവനെ പിതാവ് എന്ത് ചെയ്തിരിക്കുന്നു? പിതാവ് ദാസനാകാൻ വന്നവനെ കൂലിവേലക്കാരൻ്റെ തലത്തിലേക്കല്ല, അടിമയുടെ തലത്തിലേക്കല്ല, അവനെ പുത്രൻ്റെ തലത്തിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ സുവിശേഷത്തിൻ്റെ അകക്കാമ്പെന്ന് വിളിക്കുന്ന എന്തിനെന്നറിയോ? ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ സുവിശേഷത്തിൻ്റെ അകക്കാമ്പെന്ന് വിളിക്കുന്നത് കരുണയാണ്. ഹല്ലേലൂയ. കേൾക്ക്, സുവിശേഷത്തിൻ്റെ അകക്കാമ്പ് കരുണയാ. കാരണം എന്തെന്നറിയോ? അടിമയാകാനല്ല, കൂലിവേലക്കാരനാകാനല്ല, ദാസനാകാൻ വന്നവനെ ദൈവത്തിൻ്റെ കരുണ, യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതായ ദൈവത്തിൻ്റെ കരുണ അവൻ എന്തിലേക്ക് ഉയർത്തി? അവനെ പുത്രസ്ഥാനത്തേക്ക് ഉയർത്തി. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ പറഞ്ഞ് അവൻ്റെ കയ്യിൽ എന്താണ് അണിയിച്ചത്? മോതിരം. അത് പുത്രസ്ഥാനത്തിൻ്റെതാ. അവൻ്റെ കാലിൽ എന്താണ് അണിയിച്ചത്? അതെന്തിൻ്റെയാണ്? ഇളയ മകനാണെങ്കിൽ 3-1 അവകാശമാണ് ചെരുപ്പ്. ഹല്ലേലൂയ. അപ്പം അവൻ അവകാശവും കിട്ടി. ഹല്ലേലൂയ. അവന് മേൽത്തര വസ്ത്രം അണിയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലെ ആഡംബരപൂർവ്വം ജീവിക്കാനുള്ള അവകാശം കൊടുത്തു. ഹല്ലേലൂയ. തീർന്നില്ല, അവന് വേണ്ടി കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിട്ട് പിതാവ് പറഞ്ഞു, നിന്നിൽ മാത്രമാണ് ഞാൻ ആനന്ദിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. വിശുദ്ധ മരിയ ഫൗസ്റ്റീന ഉള്ള ഡയറി കുറിപ്പ് ദൈവകരുണയുടെ 1448-ാമത്തെ ഖണ്ഡികയിൽ വിശുദ്ധ മരിയ ഫൗസ്റ്റീന പറയുകയാണ്, ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുന്ന ഒരു വിശ്വാസി അവൻ്റെ ആത്മാവിനെ പുനരുദ്ധരിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ.
വിശ്വാസിയെ ദൈവത്തിൻ്റെ കരുണ അവൻ്റെ ആത്മാവിനെ പുനരുദ്ധരിക്കുകയാണ്. ഹല്ലേലൂയ. പോരാ, ഹല്ലേലൂയ. ദൈവം എന്നോട് കാണിച്ച കാരുണ്യം എന്താ? ദൈവം എന്നോട് കാണിച്ച കാരുണ്യം എന്താ? ദൈവം എന്നോട് കാണിച്ച കാരുണ്യം ഇത് മാത്രമാണ്. എന്തെന്നറിയോ? ദൈവം എന്നോട് കാണിച്ച കാരുണ്യം ഇതാണ്. എൻ്റെ ആത്മാവിനെ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ, മരിയ ഫൗസ്റ്റീന എന്നെ വ്യാഖ്യാനിക്കുന്നതാണ്, ഈ അഴുകിത്തുടങ്ങിയ എൻ്റെ ശരീരത്തിൽ കർത്താവ് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു, തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെയാണ് പുനരുദ്ധരിച്ച്. ഇവൻ എവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നത്? ഇപ്പം ഈ ധൂർത്തപുത്രൻ ഉറക്കെ പറ, പന്നിക്കൂട്ടത്തിൽ നിന്ന് അവൻ്റെ മണം എന്താ? പന്നിയുടെ മണം എന്ന് പറഞ്ഞ് അഴുകിത്തുടങ്ങിയതാ. ഈ അഴുകിത്തുടങ്ങിയ ശരീരത്തിലേക്ക് എന്ത് ചെയ്തു? അത്ഭുതം പ്രവർത്തിച്ചു. കണ്ടോ? ഈ അഴുകിത്തുടങ്ങിയ ശരീരത്തിലേക്ക് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനെ സുന്ദരമാക്കി തീർത്തു. ഹോശിയ പ്രവാചകന്റെ പ്രവചനത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ പറയാണ്, ലെബനോന്റെ പരിമളമാണ് പിന്നെ അവന് ലഭിക്കുന്നത്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ദൈവവചനം കേൾക്കുന്നവരിൽ നിന്ന് വരുന്ന മണമൊന്നും അവർ വാരിത്തേച്ചിരിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ ഒന്നും അല്ല. ഹല്ലേലൂയ പറഞ്ഞേ. ചിലർ പറയും അതാണ് പൊക്കി കാണിക്കുന്ന മണത്തിന്. ഹല്ലേലൂയ. അതല്ല. ലെബനോന്റെ പരിമളം എവിടെ നിന്ന് ലഭിച്ചത്? ദൈവത്തിൻ്റെ കാരുണ്യം എന്നെ സുഗന്ധപൂരിതനാക്കി. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ. അപ്പോ ദൈവം എന്നോട് കാണിച്ചതായ കാരുണ്യം എന്താണ്? എൻ്റെ ആത്മാവിനെ പുനരുദ്ധരിച്ചു. ദൈവം എന്നോട് കാണിച്ച കാരുണ്യം എന്താണ്? എൻ്റെ ആത്മാവിനെ പുനരുദ്ധരിച്ചു. ഒരു അടിമയുടെ തലത്തിൽ നിന്നോ, ഒരു കൂലിവേലക്കാരൻ്റെ തലത്തിൽ നിന്നോ, ഒരു ദാസന്റെ തലത്തിൽ നിന്നോ, മൃഗതുല്യമായ ഒരു ജീവിത ശൈലിയിൽ നിന്നോ എൻ്റെ ആത്മാവിനെ ദൈവം പുനരുദ്ധരിച്ചതാണ് ദൈവം എന്നോട് കാണിച്ചതായ കാരുണ്യം. ഹല്ലേലൂയ പറഞ്ഞി. വല്ലതും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞി. മനസ്സിലായി. ഹല്ലേലൂയ പറഞ്ഞി. ഇങ്ങനെ ദൈവം എന്നോട് കാണിച്ചു ഒരു കാരുണ്യം, എൻ്റെ ആത്മാവിനെ പുനരുദ്ധരിച്ചു. ആത്മാവിനെ പുനരുദ്ധരിച്ചു എങ്കിൽ വിശ്വാസികൾക്കിടയിൽ എനിക്ക് എങ്ങനെ മാതൃകയാകാൻ പറ്റും? വിശ്വാസികൾക്കിടയിൽ എനിക്കെങ്ങനെ മാതൃകയാകാൻ പറ്റും? ഉൽപ്പത്തി പുസ്തകത്തിൽ പൂർവ്വ പിതാവായ അബ്രാഹത്തിൻ്റെ ഒരു കഥ ഈശോ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരുന്നുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിലാണ് അബ്രാഹത്തിൻ്റെ ബലിയെക്കുറിച്ച് പറയുക. അബ്രാഹം തൻ്റെ മകനായ ഇസ്ഹാക്കിനോട് ഒരുമിച്ച് ബലിയർപ്പിക്കാനായിട്ട് പോവുകയാണ്. ബലിയർപ്പിക്കാൻ പോയിട്ട് മോറിയ മലയുടെ താഴ്വാരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അബ്രാഹം തൻ്റെ ദാസരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുക, മൃഗം കൂടെയുണ്ട്, അതിനെ അവിടെ തന്നെ നിർത്തി. എന്നിട്ട് പുത്രനോട് പറയാണ്, ഇനി നമുക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് പോവാം. ഉടനെ പുത്രൻ പിതാവിനോട് പറഞ്ഞേ, നമ്മൾ രണ്ടുപേരും ഉള്ളൂന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാൻ വലിയ ഉറപ്പില്ല. കാരണം എന്താണ്? ഇയാൾ വല്ല കടുങ്കൈ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരാൻ ഞാനുണ്ടാവില്ല. ജീവിക്കാനുള്ള കൊതി. ഹല്ലേലൂയ പറഞ്ഞേ. പുത്രൻ പറഞ്ഞേ, ബലി അർപ്പിക്കാനുള്ള ബലിമൃഗത്തെ കാണിച്ചു തന്നാൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങ് യാത്ര തുടരാം. ഹല്ലേലൂയ. പുത്രൻ യാത്ര അങ്ങ് നിർത്തുകയാണ്. ഇടയ്ക്ക് വെച്ചോണ്ടൊരു നിർത്തല. ഇങ്ങനെ എത്രയോ സമയങ്ങളിൽ നമ്മുടെ യാത്ര ഇങ്ങനെ നിന്നിട്ടുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. അതും പോരാ, ഹല്ലേലൂയ പറഞ്ഞേ. എത്രയോ പ്രാവശ്യം നമ്മുടെ യാത്രയൊക്കെ നിന്നു പോയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞത് ഹൃദയടിപ്പ് നിന്നു പോയി എന്നുള്ളതല്ല. ഹല്ലേലൂയ. അതിന് ഹൃദയം ഉണ്ടായിട്ട് വേണ്ടിയിരിക്കാനായിട്ട്. ഹല്ലേലൂയ. ഇങ്ങനെ ഇടയ്ക്ക് വച്ച് യാത്ര അവസാനിപ്പിച്ച പുത്രനോട് അബ്രാഹം മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞെന്നറിയോ? ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. എന്നിട്ട് തിരുവചനത്തിൽ വായിക്കുകയാണ്, അവനൊന്നിച്ച് മുന്നോട്ട് പോയി. ഹല്ലേലൂയ പറഞ്ഞേ. അതുപോരാ, ഹല്ലേലൂയ പറഞ്ഞേ. ഒറ്റ വാക്ക്, അത് ദൈവം തരും, അത് ദൈവം തരും എന്ന് പറഞ്ഞ വേളയിൽ തന്നെ യാത്ര നിർത്തിയ മകൻ ഒന്നിച്ച് യാത്രയായി. കാരണം എന്താണ്? നമ്മൾ എത്രയോ സംസാരിക്കുന്നവരാണ്. ഞാനിപ്പോൾ തന്നെ 10-15 മിനിറ്റ് കഴിഞ്ഞു. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ നോക്കിക്കോ, ഒരു കുടുംബനാഥൻ മണിക്കൂറുകളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭാര്യ പലപ്പോഴും പറയാറുണ്ട്, ഇയാളുടെ സംസാര ശക്തി തീർന്നു പോയെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെന്ന്. ഹല്ലേലൂയ. അതുപോരാ, ഹല്ലേലൂയ.
വെള്ളിയാഴ്ച ദിവസം വരുമ്പോൾ വിദേശത്ത് നിന്ന് ഭർത്താവ് വിളിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ബോധം അറ്റുപോകുന്ന ഭാര്യമാരുണ്ട്. കാരണം അന്നാണ് എല്ലാ സുഹൃത്ത് ജപങ്ങളും കൂടി വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത്. നമ്മൾ എന്തുമാത്രം സംസാരിക്കുന്നേ? നമ്മുടെ സംസാരം കൊണ്ടൊക്കെ, പ്രിയമുള്ളവരെ, നമ്മുടെ സംസാരം കൊണ്ടൊക്കെ നമ്മെ ആരെങ്കിലും ഉണർത്താൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിനെന്ത് വേണം? വെറും വാക്കായിരുന്നാൽ പോരാ. പിന്നെ എന്ത് വേണമെന്നറിയോ? പരിശുദ്ധമായ വാക്കുകളായിരിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. പൂർവ്വപിതാവായ അബ്രാഹം ഉണ്ടല്ലോ, തൻ്റെ മകൻ യാത്ര അവസാനിപ്പിച്ചതാ. ആ യാത്ര അവസാനിപ്പിച്ച മകനോട് ഒറ്റ വാക്ക് പറഞ്ഞു. എന്താണ്? അത് ദൈവം തരും. ആ ഒറ്റ വാക്കിൽ പുത്രൻ യാത്ര തുടർന്നു. അപ്പം എന്തു വേണമെന്നറിയോ? പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം എൻ്റെ ആത്മാവിനെ പുനരുദ്ധരിച്ചു. കണ്ടോ? ദൈവത്തിൻ്റെ കാരുണ്യം എൻ്റെ ആത്മാവിനെ പുനരുദ്ധരിച്ചു. അങ്ങനെയെങ്കിൽ, ഇങ്ങനെ ദൈവകാരുണ്യം എൻ്റെ ആത്മാവിനെ പുനരുദ്ധരിച്ചു എങ്കിൽ ഞാൻ എങ്ങനെ മാതൃകയാകണം? പരിശുദ്ധമായ വാക്കുകളാൽ മാതൃകയാകണം. ഹല്ലേലൂയ. വെറും വാക്കും പരിശുദ്ധ വാക്കും തമ്മിലുള്ള വ്യത്യാസം എന്താ? വെറും വാക്ക് ആരെ ഉണർത്തില്ല. കണ്ടോ? വെറും വാക്ക് ആരെ ഉണർത്തില്ല. പരിശുദ്ധ വാക്കോ പരിശുദ്ധ വാക്കോ കേൾക്കുന്നവരെയൊക്കെ അങ്ങ് ഉണർത്തുകയാണ്. എന്ന് പറഞ്ഞ അർത്ഥം എന്തെന്നറിയോ? പണിതുയർത്തുന്ന വാക്കുകളാണ് പരിശുദ്ധമായ വാക്കുകൾ. ഹല്ലേലൂയ പറഞ്ഞേ. മനസ്സിലായെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം, ഓർക്ക്, ദൈവകാരുണ്യം എൻ്റെ ആത്മാവിനെ പുനരുദ്ധരിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവകാരുണ്യം എൻ്റെ ആത്മാവിനെ പുനരുദ്ധരിച്ചു എങ്കിൽ എനിക്കെങ്ങനെ വിശ്വാസികൾക്കിടയിൽ ഒരു മാതൃകയാകാൻ പറ്റും? പരിശുദ്ധമായ വാക്കുകളുടെ ഉടമസ്ഥരായിക്കൊണ്ട് നമുക്ക് വിശ്വാസികൾക്കിടയിൽ ദൈവകാരുണ്യത്തിൻ്റെ മാതൃകകളാകാൻ സാധിക്കും. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. ഇന്ന് സ്വരത്തോടെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വലതുകര ഉയർത്തിപ്പിടിച്ച് കർത്താവിൻ്റെ കാരുണ്യം എന്നെ കർത്താവോളം ഉയർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കാരുണ്യം എന്നെ കർത്താവോളം ഉയർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. 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 കർത്താവോളം ഉയർന്ന ഞാൻ വിശ്വാസികൾക്കിടയിൽ ഏവർക്കും സംലഭ്യരായി മാറിക്കൊണ്ട് പരിശുദ്ധമായ കവാടങ്ങളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. കർത്താവിൻ്റെ കാരുണ്യം പാപത്താൽ കളങ്കപ്പെട്ട എൻ്റെ ആത്മാവിനെ പുനരുദ്ധരിച്ചു എങ്കിൽ ഞാൻ പരിശുദ്ധമായ വാക്കുകളിലൂടെ പണിതുയർത്തുന്ന വ്യക്തിത്വങ്ങളായി മാറി വിശ്വാസികൾക്കിടയിൽ മാതൃകയാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. കർത്താവേ കരുണയായിരിക്കണമേ. കർത്താവേ കരുണയായിരിക്കണമേ. ദൈവം മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ദൈവം മക്കളുടെ മേൽ കരുണ തോന്നണമേ. ദൈവം മക്കളുടെ മേൽ കരുണ തോന്നണമേ. നിന്നോളം ഉയരാൻ കൃപ നൽകണമേ. കർത്താവേ നിന്നോളം വളരാൻ കൃപ നൽകണമേ. രൂപാന്തരപ്പെടാൻ കൃപ നൽകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ.